ഹാട്രിക് വിജയത്തിന്റെ പകിട്ടുമായാണ് ചെന്നൈ സൂപ്പർ കിങ്സ് എഗാന സ്റ്റേഡിയത്തിൽ ലക്നൗ സൂപ്പർ ജയൻസിനെ നേരിടാനെത്തിയത്. പഞ്ചാബ് കിങ്സ് നേരത്തെ തോറ്റ സാഹചര്യത്തിൽ ഒരു വിജയം കൊണ്ട് മൂന്നാം സ്ഥാനത്തേക്ക് ഉയരാമായിരുന്നു ചെന്നൈക്ക്. റൺ റേറ്റും CSKക്ക് തന്നെയാണ് അനുകൂലം. എന്നാൽ പ്ലേ ഓഫ് സാധ്യത നേരത്തെ അവസാനിച്ച ലക്നൌവിനെ സംബന്ധിച്ച് അഭിമാന ജയമായിരുന്നു ലക്ഷ്യം. ഒപ്പം പുറത്തേക്ക് പോകുന്ന വഴിയിൽ പരമാവധി ടീമുകളുടെ വഴിമുടക്കികളാവുക. ചെന്നൈ ആരാധകർ പേടിച്ചത് തന്നെ സംഭവിച്ചു. നീർക്കോലി കടിച്ച് അത്താഴം മുടങ്ങുക എന്നൊക്കെ പറയും പോലെ നിർണായക മത്സരത്തിലെ തോൽവി അവരുടെ പ്ലേ ഓഫ് സാധ്യതകളെ തുലാസിലാക്കി. അതും മികച്ച ഫോമിലുള്ള ചെന്നൈയെ ആധികാരികമായാണ് ലക്നൗ പരാജയപ്പെടുത്തിയത്. ചെപ്പോക്കിലെ മത്സരത്തിന് പന്തിൻ്റെയും സംഘത്തിൻ്റെയും മറുപടി. എന്നാൽ ഈ തോൽവി CSK ഇരന്നു വാങ്ങിയതാണെന്നാണ് ആരാധകരുടെ പക്ഷം. അതിന് കാരണങ്ങളും അവർ നിരത്തുന്നുണ്ട്. ചെന്നൈ കാണിച്ച ഏറ്റവും വലിയ മണ്ടത്തരം എഗാന പോലെയൊരു പിച്ചിൽ അവരുടെ തുറുപ്പുചീട്ട് അക്കീൽ ഹുസൈനെ കളിപ്പിച്ചില്ല എന്നതാണ്. CSKക്കായി ഏറ്റവും നന്നായി പന്തെറിഞ്ഞ താരമാണ് അക്കീൽ ഹുസൈൻ. പവർ പ്ലേയിൽ തന്നെ എതിരാളികളുടെ വിക്കറ്റ് എടുക്കാനും റണ്ണൊഴുക്ക് തടയാനും മിടുക്കൻ. പല മത്സരത്തിലും അക്കീൽ അത് തെളിയിച്ചതുമാണ്. മാത്രമല്ല, അക്കീൽ ഒരെൻഡ് ഭദ്രമാക്കുമ്പോൾ മറുവശത്ത് 100-ാമതും കൂടുതൽ അപകടകാരിയാകും. എന്നാൽ നിർണായക മത്സരത്തിൽ അക്കീലിനെ 11-ലോ ഇമ്പാക്ട് പ്ലെയറായോ പോലും CSK പരീക്ഷിച്ചില്ല. കാരണമെന്നത് ഔദ്യോഗികമായി പറയുന്നില്ലെങ്കിലും പരിക്ക് പേടിച്ചാണ് താരങ്ങളെ ഇടവിട്ട് കളിപ്പിക്കുന്നതെന്നാണ് ചെന്നൈ ക്യാമ്പിൽ നിന്നുള്ള റിപ്പോർട്ടുകൾ.